അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യോഹന്നാൻ 12:31. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ലോകത്തിന്റെ അധികാരി എന്ന് പറയുമ്പോഴേ പണ്ട് സാത്താൻ ഈശോയോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഈശോയോട് എന്നാ സാത്താൻ പറഞ്ഞത്? ഇതെല്ലാം എൻ്റെതാണെന്ന് പറഞ്ഞില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന. ലൂക്ക 4:6. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സാത്താനൊരു ഫോസ്കിൽ പറഞ്ഞതാണ്. വചനത്തിനാണ് ലൂക്ക 4:6. എന്താണ് സാത്താൻ ഈശോയോട് പറഞ്ഞത്? ഇതെല്ലാം എൻ്റെതാണ്, ഇത് ഞാൻ നിനക്ക് തരാം. എപ്പോഴാണ്? അവനെ ആരാധിക്കുമ്പോഴേ. അപ്പം അതിന് ഈശോ എന്താ മറുപടി പറഞ്ഞ് നമുക്കറിയാം. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം. സാത്താനെ പുറന്തള്ളുക എന്നുള്ളതൊരു ആശയപരമായ വിഷയമല്ല, അത് പ്രായോഗികമായ നടപടിയാണ്. സാത്താനെ പുറന്തള്ളുക എന്ന് പറയുന്നത് ആശയപരമായ ഒരു സുവിശേഷമല്ല, അത് പ്രായോഗികമായ ഒരു നടപടിയാണ്. എന്താ? നമ്മൾ തിന്മ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും ചെയ്യാതെ, തിന്മ പറയാൻ അവസരം ഉണ്ടായിട്ടും പറയാതെ നമ്മൾ തള്ളി കൊണ്ടുപോകുന്ന ഓരോ സമയവും നമ്മൾ ചെയ്യണത് എന്താണ്? 12:31. സാത്താൻ പുറന്തള്ളപ്പെടുകയാണ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ നിത്യ നരകത്തിൽ പോകൂ സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. ഞാനും എൻ്റെ കുടുംബവും യേശുവിൻ്റേതു മാത്രം. ഞാനും എൻ്റെ കുടുംബവും യേശുവിൻ്റേതു മാത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് ഉടമ്പടിയുടെ ഒരു ഭാഗമാണ്. സാത്താനെ പുറന്തള്ളുക എന്നുള്ളത് 12:31. സാത്താനെ പുറന്തള്ളുന്നത് ഉടമ്പടിയുടെ ഭാഗമാണ്. ഒരു ദിവസമാണ് നീ തള്ളിയെങ്കിൽ നിനക്കൊരു ടോക്കണാണ്. 2 ദിവസം തള്ളിയാൽ നിനക്ക് 2 ടോക്കണാണ്. അതായത് ഇങ്ങനെ തിന്മ ചെയ്യാൻ നമുക്ക് എല്ലാവിധ അവസരങ്ങളും ഉണ്ടായിട്ടും, തിന്മ പറയാൻ അവസരമുണ്ടായിട്ടും നമ്മൾ കർത്താവിനെ പ്രതി നമ്മൾ തള്ളി കൊണ്ടുപോവുകയാണ്. നമ്മൾ ആരുടെ തള്ളണത്? സാത്താനെ തള്ളുകയാണ്, അല്ലേ? സാത്താനെ തിന്മയെ പുറന്തള്ളണത് ആരുടെ നാമത്തിലാണ്? അപ്പോഴെന്താ സംഭവിക്കണത്? ദൈവനാമത്തിന്റെ മഹത്വം. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. മഹത്വം മഹത്വം യേശുവിനെ, മഹത്വം മഹത്വം യേശുവിനെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ. മഹത്വം മഹത്വം യേശുവിനെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ. മഹത്വം മഹത്വം യേശുവിനെ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. മഹത്വം മഹത്വം
യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചെയ്യാമായിരുന്ന കള്ളത്തരം, ചെയ്യാമായിരുന്ന തിന്മകൾ ചെയ്യാതെ ഓരോ ദിവസവും ക്രിസ്തുവിനെ പോലെ നമ്മൾ തള്ളിത്തള്ളി മാറ്റുമ്പോൾ സാത്താൻ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ അപ്പോൾ മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഒരു മരിയൻ യുദ്ധം എന്നാണ് വിളിക്കുന്നത്. ആത്മീയ ജീവിതത്തിലെ മരിയൻ യുദ്ധം. ദൈവം സാത്താനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ആദ്യത്തെ ഉപകരണമാണ് മരിയൻ. അത് ഉണ്ടാക്കിയതിന് ശേഷം മനസ്സിൽ അതിൻ്റെ രൂപകൽപ്പന, അതിൻ്റെ പ്ലാൻ, അതിൻ്റെ പടം വരച്ചിട്ടതിന് ശേഷം അതിൻ്റെ ദൈവം എന്താ പറഞ്ഞത്? നിനക്കും സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ്റെ കുതികാലിനെ നീ പരിക്കേൽപ്പിക്കും. അപ്പോൾ തന്നെ യുദ്ധം കുറിച്ചു. ദൈവം യുദ്ധം കുറിക്കണത് തിന്മയെ തള്ളാൻ, സാത്താനെ പിന്തള്ളാൻ ദൈവം യുദ്ധം കുറിക്കണത് ആരിലൂടെയാണ്? മറിയത്തിലൂടെയാണ്. മരിയൻ ഉടമ്പടി ഒരു പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഇക്കാലങ്ങളിലുള്ള ഏറ്റവും വലിയ ഒരു കാഹളമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മരിയൻ യുദ്ധകാഹളമാണ്. തിന്മയെ പുറന്തള്ളാനുള്ള ദൈവകൽപ്പിതമായ, ദൈവനിശ്ചയപ്രകാരമുള്ള, ദൈവ പദ്ധതി പ്രകാരമുള്ള നിനക്കും സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. ഉൽപ്പത്തി 3:15 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഉൽപ്പത്തി 3:15 നീയും സ്ത്രീയും തമ്മിലും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. അവൻ നിന്റെ തല തകർക്കും. ഇതാണ് സംഭവം. അവൻ നിന്റെ തല തകർക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മളോട് തിന്മയെ ചെയ്യാതെ നീട്ടിക്കൊണ്ട് പോകുമ്പോഴാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മൾ പറയാനുള്ള ഒരു അസഭ്യം പറയാതെ നമ്മൾ നീട്ടിക്കൊണ്ട് പോകുമ്പോഴേ അത് പിന്നീട് ചിലപ്പോൾ ഇല്ലാതെ നമ്മൾ ഒരിക്കലും പറഞ്ഞില്ലെന്ന് വരും. അപ്പോഴൊക്കെ തല കറക്കണം, നമ്മളിലൂടെ തല കറക്കണത് ആരാണ്? ക്രിസ്തുവിൻ്റെ നാമത്തിൽ സാത്താൻ്റെ തല തകർക്കുകയാണ്. ഉടമ്പടിയിലൂടെ നമ്മൾ ചെയ്യണത് അതാണ്. ആ ഉടമ്പടിയിലെ ഏറ്റവും വലിയ വിഷയം എന്താണ്? നമ്മുടെ വിശുദ്ധീകരണം തന്നെയാണ്. ഉടമ്പടി ആദ്യം വെളിപ്പെടുത്തുന്ന കാലത്ത് ദൈവം വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. പിന്നെയാണ് അടയാളങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. എൻ്റെ കയ്യിൽ തന്ന എല്ലാം അനുഗ്രഹങ്ങളാണ്. അതേസമയം വിജയകുമാരൻ്റെ കയ്യിൽ കൊടുത്ത എല്ലാം പാപങ്ങളാണ്. തമ്മിൽ കൂട്ടിവെച്ച നിമിഷങ്ങളാണ്. ഉടമ്പടിയാണ് നമ്മ പറഞ്ഞത് ആത്മാവിൻ്റെ അഭിഷേകത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് സാത്താനെ പിന്തള്ളുക. സാത്താനെ പിന്തള്ളുക എന്ന് പറയുമ്പോൾ അത് ഉൽപ്പത്തി 3:15 പ്രകാരമുള്ള പിന്തള്ളലാണ്. അത് മരിയ യുദ്ധത്തിൻ്റെ ഭാഗമാണ്. മരിയ യുദ്ധത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ക്രിസ്തുവിൻ്റെ വിജയമാണ്. കൈയ്യട്ടി കർത്താവ് സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിലെന്റെ തേരു തെളിക്കാം. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിലെന്റെ തേരു തെളിക്കാം. പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിലിന്നു തറയ്ക്കാം. പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിലിന്നു തറയ്ക്കാം. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിലെന്റെ തേരു തെളിക്കാം. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിലെന്റെ തേരു തെളിക്കാം. പരിശുദ്ധ
പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മരിയ യുദ്ധത്തിൻ്റെ ഉദ്ദേശം എന്താണ്? മരിയ യുദ്ധത്തിൻ്റെ ഉദ്ദേശം സാത്താനെ പുറന്തള്ളുകയാണ്. സാത്താനെ പുറന്തള്ളുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അപ്പോഴെന്താ സംഭവിക്കുന്നത്? ദൈവനാമം മഹത്വപ്പെടും. ദൈവനാമം മഹത്വപ്പെടും. എന്താ സംഭവിക്കുന്നത്? അടയാളങ്ങൾ കാണും. മനസ്സിലായില്ലേ? അതാണ് 2:17 കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞതിന് ശേഷം അത് അവസാനിക്കുമ്പോൾ യോഹന്നാൻ എന്താ പറയണത്? 2:11 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 2:11. യോഹന്നാൻ 2:11. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. ഇതൊന്നിന് പറയേണ്ടി വരും. എന്താ ഒന്നിന് പറഞ്ഞ? യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിലെ അത്ഭുതം. അപ്പോൾ അത്ഭുതത്തിലൂടെ എന്താ സംഭവിച്ചത്? കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്നത്. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്നതിന് കാരണമായത് ആരാണ്? മറിയം. ഇപ്പം എന്താ? മറിയം യുദ്ധത്തിലൂടെയാണ് ദൈവത്തിൻ്റെ മഹത്വം റീക്യാപ്ചർ ചെയ്യണത്. മനസ്സിലായില്ലേ? അതായത് ദൈവത്തിൻ്റെ യുദ്ധം, അതായത് സാത്താൻ മനുഷ്യനെ പിഴപ്പിച്ചുകൊണ്ട് മനുഷ്യപ്രകൃതിയിൽ ദൈവത്തിന് സ്ഥാനമില്ലാണ്ടാക്കിയിട്ട് സാത്താൻ ദൈവത്തിൻ്റെ സ്ഥാനം അപഹരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ കെടുത്തിക്കളഞ്ഞിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച ആ വലിയ വിപത്ത്, അത് പിന്തള്ളപ്പെടുന്നത് ആദ്യം തന്നെ മറിയം വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ആ വചനത്തിൽ വിശ്വസിക്കുക വഴി ക്രിസ്തുവിനെ ഉദരത്തിൽ മാംസമാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ആ ക്രിസ്തുവിനെ വചനത്തെ വിശ്വസിച്ച് ക്രിസ്തുവിനെ ഉദരത്തിൽ സ്വീകരിച്ച് വചനത്തെ പെറ്റു വളർത്തി ലോകത്തിന് നൽകി ക്രിസ്തുവിലൂടെ അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ട് ലോകത്തിലെ സാത്താൻ്റെ എല്ലാ നടപടികളെയും എല്ലാ തിന്മകളെയും പുറന്തള്ളിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക വഴി തിന്മയിൽ നിന്ന് ലോകത്തെ വീണ്ടെടുത്തുകൊണ്ട് ഈ വലിയ പരിശ്രമങ്ങളെല്ലാം നടക്കുമ്പോൾ അതിൻ്റെ ഫലമായി ദൈവനാമം മഹത്വപ്പെടുമ്പോൾ, അതിൻ്റെ ഫലമായി അടയാളം നടക്കുമ്പോൾ ഈ ഉടമ്പടി കാണുന്ന മുഴുവനും അടയാളങ്ങൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിൻ്റെ അടയാളങ്ങളും, അതുപോലെ തന്നെ നിങ്ങൾ സാത്താനെ വചനം സ്വീകരിച്ചുകൊണ്ട് അമ്മയെപ്പോലെ അവൻ്റെ കുതികാലിന് പരിക്കേൽപ്പിക്കുന്ന മരിയ യുദ്ധത്തിൻ്റെ പിന്നണി പോരാളികളായി ദൈവം തിരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുക. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിൽ എന്റെ തേരു തെളിക്കാം. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിൽ എന്റെ തേരു തെളിക്കാം. ഓരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമര ചുട്ടിലിന്ന് തറയ്ക്കാം. ഓരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമര ചുട്ടിലിന്ന് തറയ്ക്കാം. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോ. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോ. എല്ലാവരും നിൽക്കുക. ഉടമ്പടി ഒരു മരിയ യുദ്ധമാണ്. യുദ്ധത്തിൻ്റെ ഉദ്ദേശം പരിശുദ്ധ അമ്മ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണോ? നിനക്ക് സ്ത്രീക്കും തമ്മിലും എൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ശത്രുത ഉളവാക്കും, അവൻ്റെ കൊതികാലിന് നീ പരിക്കേൽപ്പിക്കുമെന്ന് പറഞ്ഞ ദൈവികമായ പദ്ധതി നിറവേറ്റിയത്
പരിശുദ്ധ അമ്മയിലൂടെയാണെങ്കിൽ അമ്മയുടെ വചനം വിശ്വസിക്കുന്ന, വചനം ജീവിക്കുന്ന ഒരു ആധ്യാത്മിക പരിചരണത്തിലൂടെ, ആധ്യാത്മിക ജീവിത രീതിയിലൂടെ അനുനിമിഷം നമ്മൾ തിന്മകളുടെ ശക്തികളെ പിന്തള്ളി സാത്താനെ പിന്തള്ളി ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റി അടയാളം ഗ്രഹിച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റത്തിലേക്കാണ് ദൈവം ഉടമ്പടിയിലൂടെ നമ്മൾ വിളിച്ചിരിക്കണം എന്നുള്ള സത്യാവസ്ഥയാണ് ഇന്ന് രാവിലെ മുതൽ വെളിപ്പെടുത്തപ്പെട്ടത്. അതിൻ്റെ ആ സത്യാവസ്ഥയുടെ പ്രാർത്ഥനാ രൂപമാണ് ആദ്യമേ വെളിപ്പെട്ട് കിട്ടിയത്. കർത്താവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, കർത്താവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, കർത്താവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ അങ്ങയുടെ നാമത്തെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അഭിഷേകം കിട്ടുന്നവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ 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 അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കളെ, അച്ഛൻ അപ്പോഴേ ഓരോ രോഗങ്ങളെയും ഓരോ വ്യാധികളെയും ഓരോ ആധികളെയും നിങ്ങളെ ബലാത്കാരമായി പിടിമുറുക്കിയിരിക്കുന്ന ജീവിത പ്രശ്നങ്ങളെ പരിശുദ്ധ അമ്മയുടെ സൈന്യാധിപയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് പുറന്തള്ളുമ്പോൾ നിങ്ങൾ ആവർത്തിച്ച് കൊണ്ടിരുന്നാക്കണം. എന്താണ്? കർത്താവേ അയാളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അച്ഛൻ എപ്പോഴാണ് പ്രാർത്ഥന നിർത്തുന്നത് അതുവരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. കർത്താവേ, ആവർത്തിച്ച് പറഞ്ഞു, കർത്താവേ അയാളുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ അയാളുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെയും മഹത്വപ്പെടുത്തണം. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. അമ്മയെ പരിശുദ്ധമ ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി ഈ നിമിഷം മാധ്യസ്ഥം വഹിക്കണം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അപ്പാ, സ്വർഗീയ പിതാവേ, അങ്ങ് പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പാ, സ്വർഗം തുറക്കണമേ. അപ്പാ, സ്വർഗം തുറക്കണമേ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യേശുനാമത്തിൽ സ്വീകരിക്കണമേ. അപ്പാ, സ്വർഗം തുറക്കണമേ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യേശുനാമത്തിൽ സ്വീകരിക്കണമേ. കർത്താവേ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളും എന്നെല്ലാം കേൾക്കുന്നുവോ, എവിടെയെല്ലാം വെച്ച് കേൾക്കുന്നുവോ അപ്പോഴെല്ലാം അപ്പാ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ മക്കൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, തലയിലെ സിസ്റ്റ് രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ അപ്പാ തൊട്ട് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എവിടെയെല്ലാം സിസ്റ്റുകളുണ്ട്, എവിടെയെല്ലാം ഞരമ്പുകൾ ബ്ലോക്കായിരിക്കുന്നുവോ, എവിടെയെല്ലാം രക്തം കട്ട പിടിച്ചിരിക്കുന്നുവോ, എവിടെയെല്ലാം രക്തം നീരായി മാറുന്നുവോ അവിടെയെല്ലാം അപ്പാ മക്കളെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ്, ഞങ്ങളുടെ രക്ഷകനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ അപ്പാ, ഓരോ മകനെയും ഓരോ മകളെയും സ്പർശിക്കണമേ. വേദന വെന്തു നീറുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവര്, വിവാഹം നടക്കാത്തവര്, മക്കൾ ഇല്ലാത്തവര്, അവരുടെ വേദനകളെ ഇപ്പോഴേറ്റെടുക്കണമേ. സാമ്പത്തിക ബാധ്യതകള്, സാമ്പത്തിക കടങ്ങള്, തെറ്റ് നടപടികള്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, വിശ്വാസമില്ലാത്തവര്,
ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ കുഴങ്ങുന്നവര്, ജീവിക്കാൻ മാർഗമില്ലാത്തവര്, കിടക്കാൻ ഇടമില്ലാത്തവര്, അപമാനം ഭാരത്തിൽ നിറഞ്ഞ് തലകുനിച്ച് നടക്കുന്നവര്, കേസിലായിപ്പെട്ടുള്ളവര്, ജയിലാകപ്പെട്ടവര്, പലതരത്തിലുള്ള വേദനകളിലും വിപത്തുകളിലും ശാരീരികമായ മാനസികമായ അകൽച്ചകളിൽ ജീവിക്കുന്നവര്, വിവാഹമോചനത്തിൽ ഇരിക്കുന്നവര് എല്ലാവരും അപ്പാ ശ്രദ്ധിക്കണമേ, എല്ലാം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികള് അപ്പാ, പലതരത്തിലുള്ള ദുശ്ശീലങ്ങള്, തിന്മകളുടെ ശക്തികള് എല്ലാവരെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ കർത്താവേ, യാത്രയിലിരിക്കുന്നവര്, പരീക്ഷക്കാര്, പരീക്ഷ എഴുതിയവര്, എഴുതാൻ പോകുന്നവര്, പഠിക്കാൻ പോകുന്നവര്, അപ്പാ എല്ലാവരുടെയും കുറവുകള് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യുന്ന ഉടമ്പടിയുടെ എല്ലാം എടുത്തിട്ടുള്ള എല്ലാ മക്കളുടെയും മേലെ കർത്താവപ്പാ, അവരുടെ കഴിവ് കൊണ്ടല്ല അങ്ങയുടെ കൃപയാൽ അവരേറ്റെടുക്കണമേ. മക്കള്, കുഞ്ഞുങ്ങള്, സംസാരിക്കാത്തവര്, ചെവി കേൾക്കാത്തവര്, നടക്കാത്തവര്, കിടപ്പ് രോഗികള്, വിശപ്പ് രോഗികള്, ആക്ടിവിസമുള്ള രോഗികള്, ഹൈപ്പർ ആക്ടിവിറ്റി രോഗികള്, ഓട്ടിസം രോഗികള് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉദര രോഗികള്, ഗർഭാശയ രോഗികള്, ഗർഭം ധരിക്കാത്തവര്, അബോർഷനായി പോകുന്നവര്, അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എല്ലാവരെയും ഏറ്റെടുക്കണമേ. കടമ്പോളങ്ങള് അടഞ്ഞുകിടക്കുന്നവര്, വരുമാന മാർഗമില്ലാത്തവര്, തൊഴിൽ ചെയ്യാൻ വരുമാന മാർഗമില്ലാത്തവര്, പലതരത്തിലുള്ള ഉദ്യമങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവര്, തടയപ്പെട്ടിരിക്കുന്നവര് എല്ലാവരുടെ മേലും അപ്പാ നിങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങള് കൃപാസനത്തിൽ ഉടമ്പടിയെടുത്ത് പോയവര്, ഉടമ്പടി ചെയ്തോണ്ടിരിക്കുന്നവര്, ഉടമ്പടി പുതുക്കിയവര്, ഉടമ്പടിക്ക് വരാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ മേൽ എല്ലാം അപ്പാ ദൈവത്തിന്റെ ശക്തിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. Touch with the fire finger, soak with the precious blood, and with the authority of the Catholic Church, with the power of Jesus Christ, with the merit of some holy priesthood, I bless suffering, the grace and peace and power and healing in the name of Jesus Christ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. എല്ലാവരും മുട്ടാൻ നിൽക്കുക. അച്ഛൻ പ്രാർത്ഥിക്കാൻ വിട്ടുപോയ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്.
സമാപന ആശീർവാദം. കൃപാസനത്തില് നാളിതുവരെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനം അനുസ്മരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും ഈശോയെ നിന്റെ നാമം മഹത്വപ്പെടുവാൻ അതുവഴി ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും കൃപാസനത്തിൽ നടന്ന ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും